എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ മാസം ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട രണ്ട് പദ്ധതികളാണ്. ഒന്ന് പി എം കിസാൻ സമ്മാൻ നിധിയുടെ കർഷകർക്കായിട്ടുള്ള 2000 രൂപയും അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷ ക്ഷേമനിധി ബോർഡ് പെൻഷന്റെ 1600 രൂപയും. അപ്പോൾ പി എം കിസാൻ സമ്മാൻ നിധി നമുക്ക് ഇതുവരെ 18 ഗഡുക്കളാണ് കർഷകർക്ക് ലഭിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ലഭിക്കാൻ പോകുന്നത് 19ാമത് ഗഡു വിതരണമാണ്. അപ്പോൾ അത് ഫെബ്രുവരി 24 തീയതി ഉച്ചയ്ക്ക് 12:30ക്കാണ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ 19ാമത് ഗഡു വിതരണം പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആക്കിയിട്ടുള്ളവർക്ക് 2000 രൂപ കറക്റ്റായിട്ട് തന്നെ നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് വരുന്നതാണ്. അതുപോലെ തന്നെ മുടങ്ങിയിട്ടുള്ള നിരവധി കർഷകരുണ്ടായിരുന്നു. നിങ്ങൾ എല്ലാ കാര്യങ്ങളും ശരിയാക്കിയിട്ടുള്ളവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര ഗഡുക്കൾ മുടങ്ങിയിട്ടുണ്ടോ അത്രയും ഗഡുക്കൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്നതാണ്. പിന്നെ നമുക്ക് ഈ തിരിച്ചടയ്ക്കണം എന്നുള്ളത് 2022 മെയ് മാസം മുടങ്ങിയിട്ടുള്ള നിരവധി കർഷകരുണ്ട്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് തുക വിതരണം ലഭിക്കാത്ത നിരവധി കർഷകരുണ്ട്. അവർക്കത് ശരിയാക്കാനായിട്ട് സാധിക്കുന്നില്ല. ഒന്നെങ്കിൽ അപേക്ഷിച്ച ആളുടെ പേരിലല്ല ഭൂമിയുള്ളത്, അല്ലെങ്കിൽ ഭൂമി വിൽക്കുന്ന ഒരു സാഹചര്യം വന്നിട്ടുണ്ട്, ലാൻഡ് സീഡിങ് കറക്റ്റ് ആവുന്നില്ല. ഇങ്ങനെയുള്ളവർക്കൊക്കെയാണ് ഇപ്പോൾ തുക തിരിച്ചടയ്ക്കണം എന്നുള്ളത്. ഇൻഎലിജിബിലിറ്റി ആയിട്ടുള്ള കർഷകര്, ഇൻകം ടാക്സ് പേയേഴ്സ്, ഇങ്ങനെയുള്ള ആൾക്കാർക്കെല്ലാം തുക തിരിച്ചടയ്ക്കണം എന്നുള്ളൊരു റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഓൺലൈൻ റീഫണ്ടിൽ കയറിയിട്ട് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറോ ആധാർ നമ്പറോ കൊടുത്തുകൊണ്ട് തന്നെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അത് പി എം കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. ഓൺലൈൻ റീഫണ്ട് എന്നുള്ളത് അതിൽ ക്ലിക്ക് ചെയ്തിട്ടോടെ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പരോ നിങ്ങളുടെ ആധാർ നമ്പരോ കൊടുത്തുകൊണ്ട് തന്നെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾ ഇൻഎലിജിബിൾ ആണ്, ഇന്നാക്റ്റീവ് ആക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര തുകകൾ തിരിച്ചടയ്ക്കണം എന്നുള്ള ലിസ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. അത് പ്രകാരം നിങ്ങൾ തുക തിരിച്ചടയ്ക്കേണ്ടതാണ്. അപ്പോൾ 2022 മുടങ്ങിയിട്ടുള്ള കർഷകരാണ് ഇപ്പോൾ ഈ തുക തിരിച്ചടയ്ക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷന്റെ 1600 രൂപ നവംബർ മാസത്തെ മുടങ്ങിയ വിതരണം ഈ മാസം നമുക്ക് ഉണ്ടാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു 1600 രൂപ എല്ലാവർക്കും ലഭിക്കുന്നതാണ്. പിന്നെ നമുക്ക് ഇൻസ്പെക്ഷൻ വരുന്നു, അല്ലെങ്കിൽ നമുക്ക് സോഷ്യൽ ഓഡിറ്റിംഗ് നടക്കുന്നു എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു. അത് നമ്മുടെ ബജറ്റിൽ അത് അങ്ങനെ പറഞ്ഞിരുന്നു എന്ന് മാത്രമാണ്. അതിന്റെ നടപടികളൊന്നും ആരംഭിച്ചിട്ടില്ല. അതുപോലെ തന്നെ വീടുകളിൽ ഇൻസ്പെക്ഷൻ വരുന്നു, അങ്ങനെ ഒത്തിരി ഭയപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപക്ഷെ ആധാർ അധിഷ്ഠിതമായിട്ടുള്ള അന്വേഷണമായിരിക്കും വരാൻ പോകുന്നത്. ക്ഷേമ പെൻഷൻ അപേക്ഷിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് കുറച്ച് നിബന്ധനകൾ ഉള്ളതാണ്. അതിനകത്താണ് ഇത്ര സ്ക്വയർ ഫീറ്റിന് മുകളിൽ വീടുണ്ടാവരുത്, സ്വന്തമായിട്ട് വാഹനം ഉണ്ടാവരുത്, ഇൻകം ടാക്സ് അടയ്ക്കുന്ന ആളായിരിക്കരുത്. ഇങ്ങനെയുള്ള നിബന്ധനകളൊക്കെ നമ്മൾ വായിച്ചു നോക്കി ഒപ്പിട്ട് കൊടുത്തുകൊണ്ട് തന്നെയാണ് ക്ഷേമ പെൻഷന് അപേക്ഷിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെയായിരിക്കും ഈ സോഷ്യൽ ഓഡിറ്റിംഗ് നമുക്ക് മുന്നോട്ട് പോകുന്നത്. സോഷ്യൽ ഓഡിറ്റിംഗ് എന്നുള്ളത് മറ്റുള്ളവരെ ദ്രോഹിക്കാതെ തന്നെ, അല്ലെ വീടുകളിൽ വന്നു കിടന്ന അന്വേഷണം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെയുമല്ല, നമ്മുടെ ആധാർ അധിഷ്ഠിത അന്വേഷണമായിരിക്കും. അതിനായിട്ട് തന്നെയും ആധാർ ഉപയോഗിച്ചുകൊണ്ട് തന്നെയും RTO ലെവലിൽ വാഹനമുണ്ടോ എന്ന് പരിശോധിക്കും. റവന്യൂ ഡിപ്പാർട്ട്മെന്റ് നിങ്ങളുടെ വീടിന്റെ വിസ്തീർണം അന്വേഷിക്കും. അതുപോലെ തന്നെ ഇൻകം ടാക്സിനകത്ത് നിങ്ങൾ ഇൻകം ടാക്സ് അടയ്ക്കുന്ന വ്യക്തികളാണോ എന്നുള്ളത് അന്വേഷിക്കും. അതിനകത്ത് അനർഹരെ കണ്ടെത്തി പുറത്താക്കും എന്നുള്ളതാണ്. അവർ പുറത്താക്കുക മാത്രമല്ല, ഇതുവരെ മേടിച്ചിട്ടുള്ള തുക തിരിച്ചടയ്ക്കുകയും 18% പലിശയും കൊടുക്കേണ്ടി വരും. അത് പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷെ അതിന്റെ ഒരു അന്വേഷണം ആരംഭിക്കുന്നു അല്ലെങ്കിൽ തുടങ്ങി വെച്ചു എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇപ്പോൾ അറിയിച്ചിട്ടില്ല. അതിപ്പോൾ എപ്പോഴാണ് ആരംഭിക്കുക എന്നുള്ളതൊന്നും അറിയില്ല. അല്ലാതെ വീടുകളിൽ വന്നുള്ള അന്വേഷണം ഒന്നും തന്നെയില്ല. പിന്നെ നമുക്ക് വരുന്നൊരു പ്രശ്നം AC ഉള്ള വീടുകൾ. ഇന്നത്തെ കാലത്ത് 10,000, 15,000, 16,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു AC നമുക്ക് ലഭിക്കുന്നതാണ്. നമ്മുടെ വാർഷിക വരുമാനത്തിൽ അത് ഉൾപ്പെടുത്താൻ സാധിക്കുന്നതുമാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ AC ഇതിനകത്ത് ഉൾപ്പെടുമോ എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല. കാരണം ഈ ഒരു നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥ അനുസരിച്ച് ഒരുപാട് വീടുകളിലൊക്കെ ഇപ്പോൾ AC വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനൊരു എൻക്വയറി ഉണ്ടാകുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. എന്തായാലും ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന അപ്ഡേഷൻ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്